അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ കൊല്ലം മാറംകൂത്ത്, അതായത് എൻ്റെ ഉപ്പായുടെ തറവാട്ടിൽ ഒരു കുടുംബസംഗമം നടത്തിയിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 16 രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ കൂത്തുപറമ്പ് പാറാൽ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഇത് സംഭവം. അപ്പോൾ അന്നേരം ഒന്നും എനിക്ക് വീഡിയോ ഇടാനും ഫുൾ തിരക്കും കാര്യങ്ങളും എന്തൊക്കെയോ ആയിട്ട് അങ്ങനെ വീഡിയോ എൻ്റെ ഫോണിൽ തന്നെ കിടക്കുകയാണ്. പക്ഷേ എനിക്ക് ഇതിട്ടില്ലെങ്കിൽ എനിക്കൊരു വലിയ നഷ്ടമായി പോകുന്നു എനിക്ക് തോന്നിയതുകൊണ്ട് ഈ വീഡിയോ എപ്പോഴും ഞാൻ അങ്ങനെ എടുത്തു വെച്ചു. അടുത്ത കൊല്ലത്തിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെച്ചത്. അപ്പം അൽഹംദുലില്ലാ ഇന്നാണ് നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞിട്ട് 1ാമത്തെ വാർഷികമാണ്. അപ്പോൾ അത് അനുബന്ധിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ എല്ലാവരും ഒന്ന് ഉണർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഒരു ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. ഇത് എൻ്റെ ഉപ്പാൻ്റെ ഫാമിലി ആയിട്ടുള്ള കുടുംബസംഗമമാണ് കേട്ടോ. പിന്നെ ഇതിലുള്ള ഓരോ വ്യക്തിനെ പറ്റിയിട്ട് എനിക്ക് ഒരാൾ ഇങ്ങനെ എണ്ണി പറയാനൊന്നും കഴിയില്ല. അപ്പം അത്രയും എല്ലാവരും ആക്റ്റീവായിരുന്നു. പിന്നെ മെയിൻ പറയാനെന്ന് വെച്ചാൽ ഇത് എൻ്റെ കാർണൂറ മകനാണ് ഉസ്മാനിക്ക എന്ന പേര്. ഇവരെന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും. ഉസ്മാനിക്ക 2 വാക്ക് കുടുംബസംഗമത്തിനെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ? കുറേ ആൾക്കാർ മരണപ്പെട്ടു പോയ കുറേ ആൾക്കാർ ആഗ്രഹം കൂടിയാണ് ഇത്, ഈ കുടുംബസംഗമം ഒരുമിച്ച്. അപ്പൊ അൽഹംദുലില്ലാ. പിന്നെ എത്ര ആളുണ്ട്? സുമാർ എത്ര ആളുണ്ടാവും ഉസ്മാനിക്ക? മാഷാ അല്ലാ മാഷാ അല്ലാ. അപ്പോൾ ഉസ്മാനിക്ക പറയുന്ന കേട്ടില്ലേ, ഏകദേശം 2500-3000 ആൾക്കാരുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഉസ്മാനിക്കാൻ്റെ ഭാര്യ നഫീസും അമ്മായി. അപ്പോൾ നഫീസും അമ്മായിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ പാട്ടെല്ലാം റിഹേഴ്സലാക്കിയത്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഓരോ ദിവസങ്ങളും ഇവർ ഭയങ്കര ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ ഇവർ. ഒരുപാട് ആൾക്കാർ ഇതിനായിട്ട് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ നാട്ടിലുള്ളവർ തന്നെ. അപ്പം പ്രായമുള്ളവരും കുട്ടികളും പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഒത്തുകൂടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഒരു 5-6 മാസം കൊണ്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ഓരോരോ വ്യക്തികളും. ഒരാളെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പേര് പറയാത്തത്. എല്ലാവരും ഒരേപോലെ ഒരുമിച്ചൊരു വീട്ടിലൊരു പരിപാടി നടത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതുപോലെയായിരുന്നു എല്ലാവരും. പരിപാടി കഴിഞ്ഞിട്ടും കഴിയുന്നതിന് മുമ്പും എല്ലാവർക്കും സന്തോഷമായിരുന്നുള്ള പരിപാടിയാണ്. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ടൈം. എല്ലാവരും ഭയങ്കര പഞ്ച്വാലിറ്റി ആയിരുന്നു കേട്ടോ. എല്ലാവരും 9 മണിക്ക് എത്തിയതിന് കാരണം എന്തെന്നറിയോ, നമ്മുടെ മലബാറിൻ്റെയും പിന്നെ ലുലുവിൻ്റെയും ഓരോ കൂപ്പണ് അറേഞ്ച്മെൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ 9 മണി മുതൽ 11 മണിൻ്റെ ഉള്ളിൽ വരുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും ആ ഒരു ടൈമിൽ എത്തിയതുകൊണ്ട് നമുക്ക് നല്ലൊരു ഉപകാരമായി. കാരണം നമ്മൾ വിചാരിച്ച സമയത്ത് പരിപാടി നമുക്ക് തുടങ്ങാൻ പറ്റി. കാരണം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ആ 9-11 മണിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂപ്പൺ എടുത്ത്. ഇത് നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റത്തെ ട്വിൻസ് ആയിട്ടാണ്. അവരന്നും ഇന്നും ഇതേപോലെ തന്നെ കേട്ടോ, ഒരേ ഷർട്ട് ഒരേ ഡ്രസ്സ് തന്നെയാണ് ഇടാറുള്ളത്. അപ്പം എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ആദ്യം രാവിലെ വന്നു നമ്മുടെ ഈ കൂപ്പൺ വാങ്ങി എല്ലാവരും പൂരിപ്പിക്കാൻ അറിയാത്തവർക്ക് പൂരിപ്പിച്ച് കൊടുത്തു. പിന്നെ രണ്ടാമത് ചെയ്തത് രാവിലെ തന്നെ ചെറിയൊരു ലൈറ്റായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, ഉഴുന്നുവടയും ചട്നിയും. അപ്പോൾ അതും എല്ലാവരും സന്തോഷത്തിൽ കഴിച്ചു. പിന്നെ ഒരുപാട് സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചായൻ്റെ സ്റ്റോള്, പിന്നെ നമ്മുടെ ഉപ്പിലിട്ടത്, അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടത്, എവിടെയാണ് പോകേണ്ടത് എന്നൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ലേ മക്കളെ. അടിപൊളി. ഇത് എൻ്റെ ഉമ്മയും എൻ്റെ എളാമ്മയുമാണ്. അപ്പം എല്ലാവരും ഉണ്ട്. ഇവിടെ വന്നിട്ടാണ് എനിക്ക് അതിശയമായത്, ഇവയൊക്കെ നമ്മുടെ കുടുംബക്കാരാണോ എന്നുള്ളത്. അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണലുണ്ട്. അപ്പോൾ എനിക്ക് എന്താ ബന്ധം എന്നല്ല, നമ്മുടെ ഈ ഒരു 4-5 മാസം കൊണ്ട് ഇങ്ങനെ ഒരുപാട് തവണ മീറ്റിംഗ് ഉള്ളത് കൊണ്ടും എല്ലാവരും വരുന്നത് കൊണ്ടും അതൊക്കെ മനസ്സിലായി. ഇത് നമ്മുടെ ആറങ്കോത്തെ കുടുംബത്തിൽ തന്നെ ഒരംഗമാണ്. ഇവിടെ പേര് വന്നിട്ട് ഹെന്ന എന്നാണ്. അടിപൊളിയായിട്ട് ഒരു ആർട്ട് വർക്ക് ചെയ്യുന്നൊരു കുട്ടിയാണ് കേട്ടോ ഇത്. എനിക്കൊന്നും അറിയില്ലായിരുന്നേ. ഇവിടെ നമ്മളിപ്പോൾ ഈ പരിപാടിക്കൊക്കെ വന്നിട്ട് കണ്ടതാണ്. ബാംഗ്ലൂരാണ് സെറ്റിൽ. അപ്പം ഇവിടെ പേജ് ഫോളോ ചെയ്താൽ മതി. അടിപൊളി വർക്കാണ്. ഇവിടെ കുറച്ച് സാധനം അവൾ കൊണ്ടുവച്ചിട്ടുള്ളൂ. ബാംഗ്ലൂരിൽ നിന്ന് സാധനം എടുത്തിട്ട് വരാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അപ്പം ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അടിപൊളി സംഭവമാണ് കേട്ടോ. നമ്മുടെ ആറങ്കോത്ത് തറവാട്ടിൽ ഇതുപോലെ ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വേദി വേണ്ടി വന്നു കേട്ടോ. അതാണ് ഭയങ്കര സംഭവം. പിന്നെ ഇവളെ ഒരു ബ്രദറ് നമ്മളെ പണ്ടത്തെ ആറങ്കോത്ത് തറവാടിൻ്റെ ഒരു ഡെമോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഒരു ഡെമോ എൻ്റെ ബ്രദർ വരച്ചതാണ്. അപ്പോൾ ഇതാണ് പഴയ സ്റ്റൈലിൽ
വീടല്ലേ? അപ്പം ആറങ്കോത്ത് തറവാട് വീടിൻ്റെ ഒരു ചെറിയൊരു ഓർമ്മയിലുള്ള ആ ഒരു വീടിൻ്റെ ഒരു ഇത് ആക്കിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ നേരെ ഇത് കണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. നേരെ ഞാൻ എന്താക്കി പിന്നെ നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറി. എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒരു 9:30-10 മണി കറക്റ്റ് ഷാർപ്പിന് എല്ലാ പരിപാടിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് നമ്മൾ എഴുതി തിട്ടപ്പെടുത്തിയ പാട്ട് ഞാൻ എന്തായാലും ഇടുന്നതാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ അകത്തൊരു ഭയങ്കര രസം എന്ന് വെച്ചാൽ കുപ്പിവള. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫാമിലി തന്നെ ഒരു കുട്ടി കുപ്പിവള വെക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ തന്നെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഒരു പ്ലാനിട്ടു എല്ലാവരും ഒരു കൈ കുപ്പിവള. അപ്പോൾ അവർക്കൊരു ഒരു കച്ചവടമായി, നമുക്കൊരു കൈ കുപ്പിവളയായി. അപ്പോൾ അത് നല്ല എല്ലാവരും അതുപോലെ കഴിയുന്ന പകുതി മുക്കാൽ ആൾക്കാരും കുപ്പിവള ഇട്ടിട്ടുണ്ടായിരുന്നു. അതും നല്ലൊരു രസമായിരുന്നു. നല്ലൊരു പരിപാടിയായിരുന്നു അത് നമ്മൾ ചെയ്തത്. പിന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാളും എത്രയോ മനോഹരമായിട്ടാണ് ഈ സന്തോഷം നിറഞ്ഞ ഈ നിമിഷങ്ങൾ ആറങ്കോത്ത് തറവാട് അവിടുത്തെ എല്ലാവരും ഇങ്ങനെ ഒത്തുചേർന്ന് നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പേർക്ക് അറിയാവുന്ന വഴിയിലായിരിക്കും അല്ലേ? അറിയാവാൻ വഴി എല്ലാന്ന് മാത്രല്ല, തലശ്ശേരിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാല് ഒന്ന് അങ്ങോട്ട് നോക്കിയിട്ട് ആ നിങ്ങൾ ഈ കുടുംബത്തിലല്ലേ എന്ന് പറയാനുള്ള ഒരു ഐഡിയ എങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്ക് അപ്പം അതിനുള്ളൊരു വഴിയും കൂടി ഒരുക്കിയിട്ടാണ് നമ്മളെല്ലാരും ഇവിടെ എത്തിച്ചേരുന്നുള്ളത്. യെസ്, ഈ ഒരു ഇവന്റ് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കാണും അല്ലെ? പരിചയപ്പെടാനുള്ള, നിങ്ങൾക്ക് നിങ്ങളുടെ സൗഹൃദ നിമിഷങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു മൊമെന്റ് തന്നെയാണ്, ഒരു ഡേ തന്നെയാണ് ഇന്നത്തെ. അപ്പൊ ഇത് തലശ്ശേരിയിൽ നിന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടല്ലോ, ആ നമ്മുടെ ആറങ്കോട്ട് തറവാട്ടിലെ ആൾക്കാര് അല്ലേ? അപ്പൊ അങ്ങനെ പറയണം എല്ലാവരും. സോ ഇന്നത്തെ ദിവസം എന്തായാലും നമ്മൾ ഇങ്ങനെ ഈ ഒരു ഡേ കംപ്ലീറ്റ് അടിച്ച് പൊളിക്കാൻ പോവാണ് അല്ലേ? അല്ലേ? ആവേശാവട്ടെ. ഒരു കൈയ്യടി തന്നെ. എവിടെ ആറങ്കോത്ത് തറവാട്ടിന്റെ എനർജി ഒന്ന് കാണട്ടെ. യെസ്, അപ്പൊ ആറങ്കോത്ത് തറവാടിന്റെ എനർജിയാണ്. ഇനിയും ഈ ഒരു എനർജി ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ആയിട്ട് നിൽക്കണം, വൈകുന്നേരം വരെ, നൈറ്റ് വരെ ഈ ഒരു മൊമെന്റ് ആസ്വദിക്കാം. ബിക്കോസ് ഇത് എപ്പോഴും കിട്ടുന്നതല്ല, കാണുമ്പോൾ തന്നെ അതും അത്രയും ആൾക്കാരുള്ള ഒരു ഇവന്റ് ആണ് ഇന്നത്തേത്. അപ്പൊ 3500 അടുത്ത ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. യെസ്, 3500 ആൾക്കാരെ ഇത്രയും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ഇത്രയും വലിയൊരു ഫാമിലിനെ ഇവിടെ എത്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. അപ്പൊ ആ ജോലി ചെയ്ത ഒരുപാട് പേരെ ഭയങ്കരമായിട്ട് വലിയൊരു ഹാറ്റ്സ് ഓഫ്. ഓക്കേ, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ആറങ്കോത്ത് തറവാടിന്റെ ാണ് ഉണ്ടാവുന്നത് ബൈ സഹിയ മെഹക്, ചാലുപറമ്പത്ത് കുടുംബം. അലൈക്കും അഊസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന ആമീൻ. അമ്മായി ആദരിച്ചുകൊണ്ട് ഒരു നോട്ടുമാല ഇട്ട് കൊടുത്തു. കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷമായി. അതുമാത്രമല്ല, നമ്മളെ നബീസു അമ്മായിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെയുള്ള ഓരോരു വ്യക്തിയെ പറ്റി പറയാനുണ്ടെങ്കിൽ തീരില്ല. പിന്നെ നബീസു അമ്മായി എന്ന് പറഞ്ഞ വ്യക്തിയെപ്പറ്റി എനിക്കൊന്ന് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അതുകൊണ്ടാണ് 1-2 വാക്ക് പറയാമെന്ന് വെച്ചു. 1-2 ആൾക്കാരെ പറ്റി എടുത്ത് ഞാൻ പറയുന്നത്. ഒന്ന്, നമ്മുടെ നബീസു അമ്മായി ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബസംഗമത്തിന് വേണ്ടി ആളെ വെച്ച് പാട്ട് എഴുതി ഈണം തിട്ടപ്പെടുത്തി നമ്മളെ കൊണ്ടൊക്കെ അവരെ വീട്ടിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് വേദിയിൽ പ്രസൻറ്റ് ചെയ്യിപ്പിച്ച നബീസു അമ്മായിയുടെ പാട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം വരെ ഞാൻ ആ പാട്ടിൻ്റെ ബാക്ക് മ്യൂസിക്കായിട്ട് ഞാൻ ഇടുന്നുണ്ട്. അതൊരു ഭയങ്കര പാട്ടും പണ്ടേ പറയുന്നതൊക്കെ ഉമ്മ നബീസു അമ്മായിക്ക് ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആഘോഷമായിട്ട് അത് എടുക്കാമെന്ന്. അത് ശരിക്കും ഞാൻ ആസ്വദിച്ചു കേട്ടോ. പിന്നെ രണ്ടാമത് നമ്മുടെ റഫീഖ, ഈ റഫീഖാൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഈ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയത്. ഒരു വീട് 4-5 മാസത്തേക്ക് നമുക്ക് ഇട്ട് തന്നിട്ട് പോകാമെന്നൊക്കെ പറയില്ല. അതിന് ചില ആൾക്കാർക്കൊക്കെ വീട്ടിൽ കയറിയിട്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇതായിരിക്കും. ഒരു ഫാമിലിയൊക്കെ ഗൾഫിലാണ്, എന്തോന്ന് ഒരാഴ്ചത്തേക്ക് നാട്ടിൽ വന്നപ്പോൾ കിട്ടിയൊരു മൂമെൻറ്റിൽ നമ്മളെടുത്ത ഒരു ഡാൻസ് ഓപ്പൺ റിഹേഴ്സലാണ് കേട്ടോ ഇത്. പിന്നെ നബീസ് അമ്മാനെ കൊണ്ട് പറയാൻ
പറയാതിരിക്കാൻ വയ്യാത്തൊരു സംഭവം അന്നത്തെ ദിവസം നമ്മളെ മുന്നിൽ പ്രദർശിപ്പിച്ചത് ഒരു ഗാലറി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആറങ്കോത്ത് കുടുംബ സ്വത്തായിട്ട് കിട്ടിയ പൈതൃക വസ്തുക്കൾ ഓരോരോ വീടുകൾക്ക് കൊടുക്കുമല്ലോ. അതൊക്കെ ഓരോരോ വീടുകളിൽ പോയിട്ട് അത് കളക്ട് ചെയ്ത് നമ്മളൊന്നും ഇത് അറിഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ എല്ലായിടത്തുനിന്നും കളക്ട് ചെയ്തിട്ട് അവിടെ അന്നത്തെ ദിവസം പിന്നെ ഒരു നല്ല ഓലയാലിങ്ങനെ മേഞ്ഞ ഒരു പഴയ ഒരു ചെറിയൊരു വീട് പോലെയാക്കി അതിനകത്ത് ഈ നമ്മൾക്ക് കിട്ടിയ ഈ എല്ലാ പൈതൃക വസ്തുക്കളൊക്കെ എല്ലാ സാധനങ്ങളും നമ്മൾ കണ്ടതും കാണാത്തതും അറിഞ്ഞതും അറിയാത്തതുമായ സാധനങ്ങളൊക്കെ അവിടെ ചുറ്റോടുകൂടെ വെച്ചു. അത് വെച്ചിട്ട് പിന്നെ അത് നമുക്ക് കണ്ടപ്പോൾ ഉണ്ടായ ആ ഒരു നൊസ്റ്റാളജിയ ഫീലിങ്ങിൽ അതൊരു വേറൊരു സംഭവം, വേറൊരു വൈബായിരുന്നു അന്ന് നമുക്ക് കിട്ടിയത്. അതെനിക്കൊരിക്കലും പറയാതിരിക്കാൻ വയ്യ. കോളാമ്പി എന്താ പറയണ്ടേ, പിന്നെ കിണ്ടി, ഇതൊന്നും കുട്ടികൾക്ക് അറിയാത്തൊരു സാധനങ്ങളാണ്. അതൊക്കെ കുറേ നല്ല അടിപൊളിയായിട്ട് അത് പ്രസൻറ്റേഷൻ അത് ഒരു വേറെ ലെവലായിരുന്നു. അപ്പം അതൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമായി. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ അതൊക്കെ നമ്മളെ ഈ പിന്നെ നബീസും അമ്മയ്ക്ക് മാത്രമാണ് കേട്ടോ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഭയങ്കര കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പം ഞാനിങ്ങനെ എൻ്റെ മക്കൾക്ക് വരെ ഞാനിങ്ങനെ ഓരോരോ സാധനം കാണിച്ചു കൊടുത്തു, ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് നബീസും അമ്മായിൻ്റെ മികവ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അത് ഓർക്ക് മാത്രമേ കഴിയുള്ളൂ. കാരണം നമ്മളൊന്നും ചിന്തിക്കാത്തൊരു തോട്ടാണ് നോവ് ചെയ്തത്. ഇത്ര ഭംഗിയിലൊന്നും ആരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ലോണം പറയാം. ഒന്ന് രണ്ട് വീഡിയോകൾ, ഒന്ന് നമ്മുടെ കുടുംബ മഹിമകളെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ട് അത് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ടിടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മിസ്സാവാതെ കാണുക. അപ്പോഴാണ് നമ്മൾ എത്രമാത്രം എഫേർട്ട് ഏത് കാലം മുതൽ ഇതിൻ്റെ ബാക്കിലുണ്ട് ഓരോരോ മനുഷ്യനും. റഫീഖ, നമ്മുടെ അന്ത്രുമാനിക്ക, പിന്നെ ഒരുപാട് ആൾക്കാർ, പിന്നെ നമ്മുടെ മുനീർക്ക, ഇവരൊക്കെ ഇതിൻ്റെ ബാക്കിൽ എത്രയോ വർഷങ്ങളോളായിട്ട് പിന്നെ ഓർമ്മകളുള്ളത്. എൻ്റെ ഉപ്പക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു കുടുംബസംഗമം കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അവരെ നമുക്ക് അപ്പോഴാണ് നമ്മൾ ഇത്രയും വലിയൊരു സംഭവമാണല്ലേ ഇതൊക്കെ എല്ലാവരെയും ഓരോരോ സ്ഥലത്തു നിന്നും നമ്മുടെ കുടുംബക്കാരെ എല്ലാവരും കൂട്ടി യോജിപ്പിച്ച് ഒരു കൂട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ ഇവരെ കാണിച്ച വേറെ തന്നെയാണ് കേട്ടോ. അതിന് ഇവരെ പ്രത്യേകിച്ച് സല്യൂട്ട് ചെയ്യണം. ഇത് നമ്മുടെ പ്രധാന ഗസ്റ്റായ MLA ഷംഷീറാണ്. അവർക്ക് പണ്ടേ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ഫാമിലിയും ഓരോരോ ആൾക്കാരെയും അറിയാവുന്നതാണ്. അപ്പോൾ വന്നിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ബഷീർക്ക് ഇവിടെ ഉണ്ട്, പിന്നെ ഫിറൂസ് വന്ന കാണുന്നില്ല, ജമീലത്തെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ ആളുകളെ ദീർഘകാലമായി എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. ഓരോരോ ആൾക്കാരെയും പ്രത്യേകം അനുമോദിച്ചിട്ടുണ്ടായിരുന്നു. ഹാഫിലത്തുകൾ അൽഹംദുലില്ലാ നമ്മുടെ ഫാമിലിയിൽ 4-5 കുട്ടികൾ ഹാഫിലന്മാരുണ്ടായിരുന്നു. അവരെയും ആദരിച്ചു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഫാമിലി ഇതൊക്കെ നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ മക്കളാണെന്നൊക്കെ നമ്മുടേതെന്ന് പറയാൻ അവകാശപ്പെട്ട ആൾക്കാരാണല്ലോ റബ്ബേ ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ദുആ ചെയ്തു കേട്ടോ.
നമ്മുടെ കുടുംബത്തിൻ്റെ മഹിമയും കുടുംബത്തിൻ്റെ ഗുണങ്ങളും അറിയണമെങ്കിൽ ഞാൻ ശരിക്കും പറയാണ്, എല്ലാവരും ഒരിക്കലെങ്കിലും ഈ കുടുംബസംഗമം എന്ന് പറഞ്ഞ ആ ഒരു വേദി നമ്മൾ ഒരുക്കണം. കാരണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമ്മുടെ കുടുംബം എന്താണ്, നമ്മളെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മുടെ ഫാമിലിയാണോ. ഓരോരോ വ്യക്തികളെ കാണുമ്പോൾ ഞാൻ വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ഫാമിലിയാണോ എന്ന് ചോദിച്ചു പോയി. അപ്പം അൽഹംദുലില്ലാ അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ നല്ല കുട്ടികളെ പാട്ട്, ഒപ്പന, ഡാൻസ്, പിന്നെ അതൊക്കെ നല്ല രസമുണ്ട്. പ്രായം അവിടെ ഒരു നമ്പറാണെന്നുള്ളത് നമുക്ക് ആ ഒരു കുടുംബസംഗമത്തിൻ്റെ വേദിയിലാണ് കേട്ടോ നമ്മൾ കണ്ടത്. അത്രയും രസമായിരുന്നു. ഉമ്മമാരും കുട്ടികളും എല്ലാവരും ഒരുപോലെ ആസ്വദിച്ച ഒരു പരിപാടി തന്നെയായിരുന്നു. നമ്മുടെ ഈ കുടുംബസംഗമം അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇന്നത്തേക്ക് ഒരു വർഷം തികയാണ്. ഇപ്പോഴും നമ്മൾ ആ ഒരു ബന്ധങ്ങളും ആ ഒരു ഗ്രൂപ്പും രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാവരും സലാം ചെല്ലുന്ന ഗ്രൂപ്പ്, ഒരു ഇഷ്ടങ്ങളും എല്ലാം നമ്മൾ അതിനകത്ത് നമുക്കൊരു ജോയിൻറ്റ് ഫാമിലിയിലൊരു നമ്മൾ കാണുന്നില്ലെങ്കിൽ നമ്മൾ ഓരോരോ ആൾക്കാരുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ അങ്ങനത്തെ ഒരു കൂട്ടായ്മ നമ്മൾ ഒരുക്കി ഇൻഷാ അല്ലാ. പിന്നെ ഞാനിതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇതാണ്, പിന്നെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഇടുന്നുണ്ട് ഇൻഷാ അല്ലാ. ഒരു വീഡിയോസ് മിസ്സാക്കരുത്, നല്ല രസമുള്ള വീഡിയോസാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഈ കുടുംബസംഗമത്തിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം. പിന്നെ അതുമാത്രമല്ല അടിപൊളി പാട്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ബാക്ക് മ്യൂസിക് ഇടുന്നത്. നമ്മുടെ എഴുതി തിട്ടപ്പെടുത്തിയ പാട്ടാണ്. അപ്പം അതിൻ്റെതായ ഒരു ഭംഗി ആ പാട്ടിനുണ്ട്. പിന്നെ ഏറ്റവും രസം ഈ ഫോട്ടോ സെക്ഷനാണ് കേട്ടോ. ഓരോ ഫാമിലിൻ്റെയും കുടുംബങ്ങളെല്ലാവരും അവർ മൈക്കിൽ പറയും ഇങ്ങനെ ആറങ്കോത്ത് ഒരുപാട്. ഈ ആറങ്കോത്തിൽ തന്നെ ഓരോരോ തറവാടുണ്ട്. നമ്മുടെ ഒരു പുതിയപുരയിൽ ആറങ്കോത്താണ്. അപ്പോൾ ഇങ്ങനെ വിളിച്ച് പറയും പുതിയപുരയിൽ ആറങ്കോത്ത് ഫോട്ടോ സെക്ഷൻ. അപ്പോൾ നമ്മളെല്ലാവരും പോയിട്ട് ഫോട്ടോ എടുക്കലാണ്. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അതൊരു പ്രത്യേക ചിട്ടയോടുകൂടെ ചെയ്തിന് ഒരാളും മിസ്സായിട്ടില്ല. എല്ലാ ഫാമിലിയിലും എല്ലാവരും പാട്ടായിട്ടും ഡാൻസായിട്ടും എല്ലാവരും ആക്റ്റീവായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ. എന്തായാലും ഒരു കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. എന്നാലും സാരമില്ല, ഇപ്പോഴും ഞാൻ വിചാരിക്കും ഇങ്ങനെയാണ് ഒരു പരിപാടി കഴിഞ്ഞതെന്ന്. അത്രയും എല്ലാവരും അതിനുശേഷം എല്ലാവരും ഭയങ്കര ബന്ധങ്ങളായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ നല്ല രസമായിരുന്നു പരിപാടിയൊക്കെ. നല്ല എപ്പോഴും ഓർമ്മകളിൽ നമുക്ക് ഉണ്ടാവട്ടെ ഈ പരിപാടി. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇന്ന് പരിപാടി കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ടാവും. കാരണം നമ്മൾ കുറച്ച് ദിവസമായില്ലേ അല്ലേ, ഒരു കൊല്ലമായില്ല അല്ലേ. പക്ഷേ വീഡിയോ കാണുമ്പോൾ ഇന്നലെ കഴിഞ്ഞ പരിപാടി പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. നിങ്ങൾക്കും ആ ഫീലിംഗ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും ദുആയിൽ നമ്മുടെ ഫാമിലിനെയൊക്കെ ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാ. ഇവർ പറഞ്ഞ പോലെ എന്നും നമ്മൾ ഒരുമിച്ച് ജീവിക്കാനും എല്ലാവരും ഒരുമിച്ച് കാണാനും സ്നേഹത്തോടെ ജീവിക്കാനും അള്ളാഹ് എത്തിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാ അല്ലാ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമീൻ യാ റബ്ബൽ ആലമീൻ.